ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ് ഒക്യുപേഷണൽ സ്ട്രക്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡ്യൂറിംഗ് ദി കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ തൊഴിൽപരമായ ഘടനയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒക്യുപേഷണൽ സ്ട്രക്ചർ തൊഴിൽപരമായ ഘടന എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിലെ ഒക്യുപേഷണൽ സ്ട്രക്ചർ അഥവാ തൊഴിൽപരമായ ഘടനയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് തൊഴിൽപരമായ ഘടന അഥവാ ഒക്യുപേഷണൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് ഒക്യുപേഷണൽ സ്ട്രക്ചർ? എന്താണ് തൊഴിൽപരമായ ഘടന? Occupational structure is the distribution of workers among different sectors. Occupational structure is the distribution of workers among different sectors. വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി എടുക്കുന്നവരുടെ എണ്ണം എന്നാണ് തൊഴിൽപരമായ ഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായ ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി എടുക്കുന്നവരുടെ എണ്ണം എന്നാണ് തൊഴിൽപരമായ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Employment sector can be broadly classified into three. Employment sector can be broadly classified into three. തൊഴിൽ മേഖലകളെ പൊതുവെ മൂന്നായി തരംതിരിക്കാം. തൊഴിൽ മേഖലകളെ പൊതുവെ മൂന്നായി തരംതിരിക്കാം. അവയാണ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. Employment sector can be broadly classified into three. They are primary sector, secondary sector, tertiary sector. അതായത് തൊഴിൽ മേഖലകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല, സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖല, ടെർഷ്യറി സെക്ടർ അഥവാ തൃതീയ മേഖല. ഇതിലെ പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയെ കുറിച്ച് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് വൺ പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയെ കുറിച്ചാണ്. പ്രൈമറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ. Primary sector is also known as agricultural sector. Agriculture and allied activities, fishing, mining, quarries, forestry are belong to the primary sector. Agriculture and allied activities, fishing, mining, quarries, forestry are belong to the primary sector. അതായത് നമ്മൾ പ്രാഥമിക മേഖലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പ്രാഥമിക മേഖല എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നു. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, മത്സ്യബന്ധനം, വനവൽക്കരണം, ക്വാറികൾ, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ പെടുന്നു. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, മത്സ്യബന്ധനം, ക്വാറികൾ, വനവൽക്കരണം, ഖനനം തുടങ്ങിയവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. അപ്പൊ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കൃഷിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, ഖനനം, ക്വാറികള്, മത്സ്യബന്ധനം, അതുപോലെ തന്നെ വനവൽക്കരണം തുടങ്ങിയവ. അപ്പൊ നിങ്ങൾക്ക് പ്രാഥമിക മേഖലയെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടില്ലേ? പ്രാഥമിക മേഖല എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാർഷിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, മത്സ്യബന്ധനം, വനവൽക്കരണം, ക്വാറികൾ, ഖനനം എന്നിവയാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖലയെ കുറിച്ചാണ്. Secondary sector is also known as industrial sector. Secondary sector is also known as industrial sector. Small and large scale industries of all varieties come under the secondary sector. Small and large scale industries of all varieties come under the secondary sector. അതായത് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. സെക്കൻഡറി സെക്ടർ വ്യവസായ മേഖല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെക്കൻഡറി സെക്ടർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വ്യവസായ മേഖല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെറുതും വലുതുമായ എല്ലാ നിർമ്മാണ വ്യവസായങ്ങളും ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുന്നു. ചെറുതും വലുതുമായ എല്ലാ വ്യവസായങ്ങളും സെക്കൻഡറി സെക്ടർ അതായത് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സെക്കൻഡറി സെക്ടറിന്റെ വേറൊരു പേരാണ് വ്യവസായ മേഖല. സെക്കൻഡറി സെക്ടറിൽ എന്തൊക്കെ പെടുന്നു എന്ന് പറയുന്നത്? ചെറുതും വലുതുമായ എല്ലാ വ്യവസായങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും സെക്കൻഡറി സെക്ടറിൽ അഥവാ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെർഷ്യറി സെക്ടർ അഥവാ തൃതീയ മേഖലയെ കുറിച്ചിട്ടാണ്. Tertiary sector is also known as service sector.
Tertiary sector is also known as service sector. Transport, communication, business, commerce, banking, insurance, education, health are come under the tertiary sector. അതായത് ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരം, ബാങ്കിങ്, ഇൻഷുറൻസ്, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവ സേവന മേഖലയിൽ ഉൾപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ് സേവന മേഖലയിൽ ഉൾപ്പെടുന്നത്? ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, വാണിജ്യം, വ്യാപാരം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു എന്നാണ് പറയുന്നത് ടേഴ്സറി സെക്ടറിൽ. ഒന്നുകൂടി പറയാം, ഗതാഗതം, വാർത്താവിനിമയം, ആരോഗ്യം, വിദ്യാഭ്യാസം, ബാങ്കിങ്, ഇൻഷുറൻസ്, വാണിജ്യം, വ്യാപാരം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു ടേഴ്സറി സെക്ടറിൽ ഉൾപ്പെടുന്നു. അപ്പൊ നമ്മൾ തൊഴിൽ മേഖലകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. തൊഴിൽ മേഖലകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ. ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ തൊഴിൽ മേഖല എങ്ങനെയുള്ളതായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തൊഴിൽ ശക്തിയിൽ ഭൂരിഭാഗവും കാർഷിക മേഖലയെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തൊഴിൽ ശക്തിയിൽ ഭൂരിഭാഗവും കൃഷിയെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. വ്യവസായ മേഖലയിലും സേവന മേഖലയിലും ജോലി ചെയ്യുന്നവരുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. സേവന മേഖലയിലും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും ജോലി ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അധികം ആൾക്കാരും കാർഷിക മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ജോലി ചെയ്തിരുന്നത് കാർഷിക മേഖലയിലായിരുന്നു. എന്നാൽ ത്വരിതഗതിയിൽ വ്യവസായവൽക്കരണം നടന്ന പ്രദേശങ്ങളിൽ കൃഷിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. എന്നാൽ ത്വരിതഗതിയിൽ വളരെ പെട്ടെന്ന് വ്യവസായവൽക്കരണം നടന്ന പ്രദേശങ്ങളിൽ കൃഷിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ബംഗാൾ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, കർണാടക എന്നിവിടങ്ങളിൽ വ്യവസായവൽക്കരണം മൂലം വ്യവസായ മേഖലയിലും സേവന മേഖലയിലും ജോലി ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. കൃഷിയിലുള്ള ആശ്രയത്വം ഈ പ്രദേശങ്ങളിൽ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ബംഗാളിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലൊക്കെ വ്യവസായവൽക്കരണം, പുതിയ പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അതിന്റെ ഫലമായി വ്യവസായ രംഗങ്ങളിൽ അതായത് ദ്വിതീയ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. കൃഷിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. എന്നാൽ ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കൃഷിയിലുണ്ടായിരുന്ന ആശ്രയത്വം വർദ്ധിച്ചു. അതായത് ഒറീസയിലും പഞ്ചാബിലും രാജസ്ഥാനിലും എല്ലാ ജനങ്ങളും ജീവിച്ചിരുന്നത് കാർഷിക മേഖലയെ ആശ്രയിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ചില പ്രദേശങ്ങളിൽ വ്യവസായവൽക്കരണം മൂലം വ്യവസായ മേഖലയിലൊക്കെ ജോലി ലഭിച്ചു. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ തൊഴിൽ ശക്തിയിൽ ഭൂരിഭാഗം ആളുകളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്, കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തൊഴിൽ മേഖലയെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചു എന്ന് തോന്നുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ തൊഴിൽ മേഖലയെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ലഭിച്ചു. അതായത് കൃഷിയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ തൊഴിൽപരമായ ഘടനയെ കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡ്യൂറിംഗ് ദി കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, പറയൂ, എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ദി ടോട്ടാലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊവൈഡ്സ് ബേസിക് ഇൻപുട്സ് ലൈക്ക് വാട്ടർ, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, health care. Infrastructure is the totality of institutions that provides basic inputs like water, electricity, transportation, communication, health, education. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വെള്ളം, വൈദ്യുതി, ഗതാഗതം, വാർത്താവിനിമയം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവ അനിവാര്യമാണ്. ഇത്തരം സൗകര്യങ്ങളെയാണ്
അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും ചില സൗകര്യങ്ങൾ ആവശ്യമാണ്. അതായത് വെള്ളം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വൈദ്യുതി, ഗതാഗതം, വാർത്താവിനിമയം, ആരോഗ്യം തുടങ്ങിയൊക്കെ അത്യാവശ്യമാണ്. ഇത്തരം സൗകര്യങ്ങളെയാണ് എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. During the colonial period, infrastructure developed. During the colonial period, infrastructure developed. The British had their own selfish motives in developing infrastructure in India. The British had their own selfish motives in developing infrastructure in India. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു. അത് ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും റെയിൽവേ, ജലഗതാഗതം, കമ്പിത്തപാൽ, തുറമുഖങ്ങൾ എന്നിവയുടെ വികസനം ഇന്ത്യയുടെ പിൽക്കാലത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായി. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു. ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതിന് ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും റെയിൽവേ, തുറമുഖങ്ങൾ, ജലഗതാഗതം, കമ്പിത്തപാൽ എന്നിവയുടെ വികസനം ഇന്ത്യയുടെ പിൽക്കാലത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായി എന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു. എന്നാൽ പോലും ബ്രിട്ടീഷുകാരുടെ ആ ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിൽക്കാലത്ത് സഹായകമായി എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു The British introduced railways in 1850. The British introduced railways in 1850. Second one, inland trade and sea transport developed. Inland trade and sea transport developed. Post and telegraph developed. Ports and harbors developed. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു The British introduced railways in 1850. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ 1850 റെയിൽവേ ഗതാഗതം നടപ്പാക്കി. അതായത് ബ്രിട്ടീഷുകാര് 1850 ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം നടപ്പാക്കി. ഇനി രണ്ടാമതായി ഇൻലാൻഡ് ട്രേഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ്. ഇൻലാൻഡ് ട്രേഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ്. ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിച്ചു. ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിച്ചു. അതായത് രാജ്യത്തിന് അകത്തുള്ള വ്യാപാരങ്ങള് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വികസിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കടൽ ഗതാഗതം ഒക്കെ വികസിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇൻലാൻഡ് ട്രേഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ്. ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിച്ചു. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞത് എന്താണ്? ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ 1850 റെയിൽവേ ഗതാഗതം നടപ്പാക്കി. ഇനി രണ്ടാമതായി പറയുന്നത് ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് രാജ്യത്തിനകത്തുണ്ടായിരുന്ന വ്യാപാരമൊക്കെ വികസിച്ചു. അതുപോലെ തന്നെ കടൽ ഗതാഗതവും വികസിച്ചു. അടുത്തതാണ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡെവലപ്ഡ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ വികസിതമായി എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോസ്റ്റൽ സർവീസുകളൊക്കെ വികസിതമായി എന്നാണ് പറയുന്നത്. ടെലഗ്രാഫ് ഡെവലപ്ഡ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ടെലഗ്രാഫ് ഡെവലപ്പ് ചെയ്ത് വികസിച്ചു എന്നാണ് പറയുന്നത്. അതായത് കമ്പിത്തപാൽ വികസിതമായി. 1837 കമ്പിത്തപാൽ വികസിതമായത്. അത് രാജ്യത്തെ ക്രമസമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കമ്പിത്തപാലൊക്കെ ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ടെലഗ്രാഫ് ക്രമസമാധാന പാലനത്തിന് വേണ്ടിയായിരുന്നു. വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, വളരെ ചെലവേറിയതായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പോർട്സ് ആൻഡ് ഹാർബേഴ്സ് ഡെവലപ്ഡ്. തുറമുഖങ്ങൾ വികസിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തുറമുഖങ്ങളെല്ലാം തന്നെ വികസിച്ചു. ഇത് ഇന്ത്യയുടെ പിൽക്കാലത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ആദ്യമായി പറഞ്ഞത് റെയിൽവേ ഗതാഗതം നടപ്പാക്കി. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് റെയിൽവേ ഗതാഗതം നടപ്പാക്കിയത്. രണ്ടാമതായിട്ട് പറഞ്ഞത് അതായത്
ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിതമായി. ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിതമായി. മൂന്നാമതായി പറഞ്ഞത് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡെവലപ്ഡ്. അതായത് കമ്പി തപാൽ സ്ഥാപിതമായി. അതുപോലെ തന്നെ പോസ്റ്റൽ സൗകര്യവും വികസിതമായി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് എന്നാണ് പറയുന്നത്. ഇനി നാലാമതായി പറയുന്നത് പോർട്സ് ആൻഡ് ഹാർബേഴ്സ് ഡെവലപ്ഡ്. തുറമുഖങ്ങൾ വികസിച്ചു. തുറമുഖങ്ങളെല്ലാം വികസിച്ചതോട് കൂടിയിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക്, പിൽക്കാലത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായി എന്നാണ് പറയുന്നത്. ഇനി ഇതില് നമ്മുടെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള റെയിൽവേ ഗതാഗതം നടപ്പാക്കിയതിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ബ്രിട്ടീഷുകാര് 1850 നമ്മുടെ നാട്ടിൽ ഇന്ത്യയില് റെയിൽവേ ഗതാഗതം നടപ്പാക്കിയത്, അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ റെയിൽവേ നടപ്പാക്കിയതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു ഗോ ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. ജനങ്ങൾക്ക് ദീർഘദൂര യാത്ര സൗകര്യം ലഭിച്ചു. റെയിൽവേയിലൂടെ ജനങ്ങൾക്ക് ദീർഘദൂര യാത്ര സൗകര്യം ലഭിച്ചു. ദിസ് ബ്രോക്ക് ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. അതായത് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്തു. അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം ഒരുമിച്ചുള്ള ഒരു ദീർഘദൂര യാത്രാ സൗകര്യമാണ് നൽകിയത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതായിട്ട് ഇറ്റ് കണക്റ്റഡ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് വിത്ത് മാർക്കറ്റ്സ് thereby leading growth of trade. ഇത് ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണിയെയും തമ്മിൽ ബന്ധിപ്പിച്ചു. ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണിയെയും തമ്മിൽ ബന്ധിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് വ്യാപാരാഭിവൃദ്ധി ഉണ്ടായി. അതായത് ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണിയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് വ്യാപാരാഭിവൃദ്ധി ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഇറ്റ് കണക്റ്റഡ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് വിത്ത് മാർക്കറ്റ് ബൈ ലീഡിംഗ് ഗ്രോത്ത് ഓഫ് ട്രേഡ്. ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണിയെയും മാർക്കറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ റെയിൽവേയിലൂടെ കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് വ്യാപാരാഭിവൃദ്ധി നേടി. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ലെഡ് ടു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇത് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് ഇടയാക്കി. നമുക്കറിയാം എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫുഡ് ക്രോപ്സ്, അതായത് ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാതെ നാണ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുക, അതിനെയാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അഥവാ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. റെയിൽവേ എന്തിലേക്ക് നയിച്ചു? കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിലേക്ക് നയിച്ചു. This adversely affected India's food self-sufficiency. ഇത് ഇന്ത്യയുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയെ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഒന്നുകൂടി പറയാം. ഒന്നാമതായിട്ട് റെയിൽവേയുടെ അനന്തരഫലങ്ങൾ എന്ന് പറയുന്ന ജനങ്ങൾക്ക് ദീർഘദൂര യാത്രാ സൗകര്യം ലഭിച്ചു. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് അതായത് ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണിയെയും തമ്മിൽ ബന്ധിപ്പിച്ചു. അത് വ്യാപാരാഭിവൃദ്ധിക്ക് ഇടയാക്കി. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിലേക്കാണ് നയിച്ചത്. ഇത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയെ, ഇന്ത്യയുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയെ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ റെയിൽവേയുടെ അനന്തരഫലങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലൂടെ റെയിൽവേ ഗതാഗതം നടപ്പാക്കിയതിന്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ വ്യാപാരം വർദ്ധിപ്പിച്ച് അതിൽ നിന്നും കൂടുതൽ മെച്ചമുണ്ടാക്കാൻ വേണ്ടിയാണ് റെയിൽവേയും തുറമുഖവും വികസിപ്പിച്ചത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുമായുള്ള വ്യാപാരം വർദ്ധിപ്പിച്ച് അതിൽ നിന്നും കൂടുതൽ ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് റെയിൽവേയും തുറമുഖവും വികസിപ്പിച്ചത്. അതുപോലെ തന്നെ പട്ടാളത്തെ ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ റോഡുകൾ വികസിപ്പിച്ചത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യ വികസനം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ത്യക്കാരുടെ നേട്ടത്തിന് വേണ്ടിയായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയത്, അല്ലാതെ ഇന്ത്യക്കാരുടെ നേട്ടത്തിന് വേണ്ടിയായിരുന്നില്ല. അതായത് പട്ടാളത്തെ ഒരു ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റോഡുകൾ വികസിപ്പിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുമായി വ്യാപാരം വർദ്ധിപ്പിച്ച് അതിൽ നിന്നും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവര് തുറമുഖവും റെയിൽവേയും വികസിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാര് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യമായി തുടങ്ങിയത് അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് കാർഷിക മേഖലയെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് വ്യവസായ മേഖല, വിദേശ വ്യാപാരത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ജനസംഖ്യ സ്ഥിതിയെ കുറിച്ച് പറഞ്ഞു. തൊഴിൽ മേഖലയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ആയിട്ട്.
അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ ഇന്ത്യയെ കുറിച്ചാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സമ്പൽ സമൃദ്ധിയും സ്വയം പര്യാപ്തതയും സ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സമ്മാനിച്ചത് അരാജകത്വവും ദാരിദ്ര്യവും അടിമത്വവുമായിരുന്നു എന്നതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.